ഇപ്പോൾ എൻസിപിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പി.സി. ചാക്കോയുടെ രാജിക്ക് പിന്നാലെ തോമസ് കെ തോമസ് മാധ്യമങ്ങളെ കാണാനൊരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ വ്യക്തികളായിട്ടൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇന്നീ സമയം വരെയും. കാരണം എനിക്ക് നിങ്ങൾ പറഞ്ഞുള്ള അറിവും അല്ലാത്ത അറിവുകളും മാത്രമേ ഉള്ളൂ. റെസിഗ്നേഷൻ കൊടുത്തെന്നും ശശീന്ദ്രൻ പവാർജിയായിട്ട് സംസാരിച്ചെന്നും ഒന്നുമുള്ള. ഞാൻ സുപ്രിയ സുലെ ഇന്നലെ വിളിച്ചിരുന്നു, മടവായിട്ട് സംസാരിച്ചു. ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളോ ബോംബെക്ക് പോയി വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ശശീന്ദ്രന്റെ പിന്തുണ തോമസ് കെ തോമസിനുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ആരെയും പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ പറയുന്നത് താങ്കൾ എൻസിപിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ യോഗ്യനാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എൻസിപിയുടെ സംസ്ഥാന അധ്യക്ഷനാകണമെന്ന്? ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ശശീന്ദ്രൻ്റെ പിന്തുണ എനിക്ക് എന്തിനുണ്ടെന്നോ, നിയമസഭയിലുണ്ടെന്നോ വെടിയിലുണ്ടെന്നോ, ശശീന്ദ്രന് ഞാനുമായിട്ട് ഇന്നുവരെ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ തീരുമാനിക്കേണ്ട ശശീന്ദ്രനോ ഞാനോ പി.സി. ചാക്കോ ഇല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട ശരത് പവാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ലെറ്റർ പി.സി. ചാക്കോ കൊടുത്തു എന്നാണ് പി.സി. ചാക്കോ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നു, നമ്മൾ പിന്നെ സംസാരിക്കാമെന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് എനിക്ക് പത്രങ്ങളിൽ കൂടെ അല്ലാതെയും കിട്ടിയതും ഞാൻ ഡൽഹി വിളിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെറ്റർ അവിടെ ചെന്നിട്ടുണ്ട്. അത് പവാർജി ഡിസ്കഷനിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത ആര് നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് തീരുമാനിക്കേണ്ടത് ശരത് പവാറാണ്. അദ്ദേഹമാണ് അത് തീരുമാനിക്കുക. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതേ ഇവിടെ നടക്കത്തുള്ളൂ. അല്ല, ഇത് ആഗ്രഹമല്ലല്ലോ എൻ്റെ വിഷയം. അതിന് എൻ.സി.പിക്ക് ഒരു നേതൃസ്ഥാനം വേണമല്ലോ. എൻ.സി.പി വഴിയിലിട്ട ചുവാനൊക്കത്തില്ലല്ലോ. കാരണം ഉന്നതന്മാരായ പല ആൾക്കാരും നയിച്ചിട്ടുള്ള എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി ഉൾപ്പെടെ നേതൃത്വം നൽകിയിട്ടുള്ളതാണ് എൻ.സി.പി. അതുകൊണ്ട് എൻ.സി.പിക്ക് ഒരു നേതൃത്വം വേണം, ഒരു സംസ്ഥാന പ്രസിഡന്റ് വേണം, സംവിധാനം വേണം, നല്ല രീതിയിൽ എൻ.സി.പി മുന്നോട്ട് പോകണം. അതിനാരാണ് യോഗ്യൻ എന്നുള്ളത് ശരത് പവാർ തീരുമാനിച്ചിട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിവിധി ഉണ്ടാകും. ശരിയാണ്, അധ്യക്ഷൻ വേണം. പക്ഷേ മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചു. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് പിന്നീട് വഴിമുട്ടി. അതിനുശേഷം തോമസ് കെ തോമസ് എന്തെങ്കിലും ഒന്നാവണം, പുറത്തേക്ക് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹമില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാനൊരു തിരുത്ത് അതിനകത്ത്. മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുകയല്ല. 2 MLA-മാരുണ്ടായിരുന്നപ്പം ഇതേ ശരത് പവാർ പ്രഫുൽ പട്ടേലിനെ ഇവിടെ വിട്ടിട്ട് ഞാനും ശശീന്ദ്രനും പ്രഫുൽ പട്ടേലിലും ഇരുന്ന് സംസാരിച്ച് ഇതാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ശരത് പവാറിൻ്റെ തീരുമാനം 2.5 വർഷം ശശീന്ദ്രൻ, 2 വർഷം തോമസ് കെ തോമസ് എന്നുള്ളതാണ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കാത്ത ആരാ 140 MLA-മാരിലുള്ള എല്ലാവർക്കും ആഗ്രഹം കാണും. അതല്ല വിഷയം. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ആ പാർട്ടിയിൽ അതിനുള്ള ഒരു സംവിധാനമുണ്ടോ? ആ പാർട്ടിയുടെ സംവിധാനം അത് നേരത്തെ ഇതായിരുന്നു തീരുമാനം. ആ തീരുമാനം അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങൾ ശശീന്ദ്രനോട് ചോദിച്ച ഇൻ്റർവ്യൂവിൽ ഇന്ന് ഈ സമയം വരെയും ശശീന്ദ്രനോട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണ്ടേ, പറയണ്ടേ? 2 വർഷമായപ്പോഴത്തെ ശശീന്ദ്രനോട് ഞാൻ പറയണ്ടേ? അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാരണവശാലും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംസാരത്തിനുണ്ടായിട്ടില്ല. നിങ്ങൾ ചോദിക്കണം ശശീന്ദ്രനോട്. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് ശശീന്ദ്രൻ. ഞാൻ ശശീന്ദ്രനെ പൂർണ്ണമായിട്ട് അദ്ദേഹം പറയുന്നത് എൻസിപിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ തോമസ് കെ തോമസിനെ താൻ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ തന്നെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്. അല്ലല്ല, പറയാതെ ഒരാൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വരണ്ടേ? ഇപ്പോൾ ഏതായാലും പി.സി. ചാക്കോ രാജിവെച്ചു. അദ്ദേഹം മാറുന്നു. അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ പ്രവർത്തിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നേതൃത്വം വേണമല്ലോ ഞങ്ങളുടെ പാർട്ടിക്ക്. ഞങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾക്കറിയാം അതിശക്തന്മാരായ ആൾക്കാരുണ്ടായിരുന്ന, നല്ല നേതൃത്വം ഉണ്ടായിരുന്ന, നല്ല ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് എൻ.സി.പി. പ്രത്യേകിച്ചും തോമസ് ചാണ്ടി സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുണ്ട്. ഇന്നും അതിന് കുറവൊന്നുമില്ല. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പിണങ്ങി പോവുകയും